അസ്സലാമലൈക്കും. അപ്പോൾ ഈ ഫയലും കൊടയും ബുക്കൊക്കെ ഇട്ട് ഞാൻ പോണത് ഒരു ഇൻ്റർവ്യൂക്കാണ് കേട്ടോ. ആൻഡ് ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ് ഫോർ ദ ഇൻ്റർവ്യൂ. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഇൻ്റർവ്യൂക്ക് പോണത്. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ശോഭ കൺസ്ട്രക്ഷനിൽ ഞാൻ കഴിഞ്ഞ സെമ്മിൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ജസ്റ്റ് പോയി നോക്കാൻ നേരത്തെ പോയൊരു ഇൻ്റർവ്യൂ ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ട്രീ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഞങ്ങളുടെ മിസ്സ് ഫോർവേഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുപ്പാടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ ഈ സ്റ്റോപ്പിലെത്തിയപ്പോൾ കുഞ്ഞുപ്പ എന്നെ ആക്കി തന്നു. ആൻഡ് ഇതാണ് കമ്പനി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തെത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ വന്നെങ്കിലും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു ഇതിൽ പറയുകയാണെന്നാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് പഠിക്കും. ഭയങ്കര കൂടിയ ലെവൽ കാര്യങ്ങളൊക്കെ കാണാണ്ടും ഇംഗ്ലീഷിലൊക്കെ പഠിച്ചുകൊണ്ട് വരും. പക്ഷേ ഇവർ ചോദിക്കാൻ പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെച്ചാൽ അയ്യേ ഇതൊക്കെയാണോ ചോദിക്കേണ്ടത് എന്നുള്ള ടൈപ്പും എന്നതിൻ്റെ ഉത്തരം അറിയാത്ത ടൈപ്പുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഇങ്ങനെ മെനു ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും മന്തി അല്ലെങ്കിൽ ബിരിയാണി മാത്രമേ ഞാൻ ഓർഡർ ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു ദം ബിരിയാണി ഞാൻ ഓർഡർ ചെയ്ത് നേരെ ലുലുവിലോട്ടേക്ക് പോയി. നമുക്കിങ്ങനെ വല്ലപ്പോഴേ പുറത്തിറങ്ങാൻ പറ്റും. ഞാൻ എന്തായാലും ഒരു എന്താ പറയുക എൻ്റെ സ്വന്തം കമ്പനി എൻജോയ് ചെയ്യുന്നുള്ള മട്ടിൽ ആ ലുലു തേരാപ്പാരയൊക്കെ നടന്നു. ഒരു 3 മണി ആയപ്പോഴേക്കും ഞാൻ ഫുഡ് കോർട്ടിൽ പോയി ഡെസേർട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. പക്ഷേ എനിക്ക് പറ്റിയ ഡെസേർട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ചിക്കിങ്ങിനൊരു ചെറിയൊരു സംഭവമുണ്ട് ഞാൻ കഴിക്കുന്നത്. ആൻഡ് നല്ലതായിരുന്നു, എനിക്കിഷ്ടമായി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ.